ഗുഡ് മോർണിംഗ് ഗൈസ്. എഴുന്നേറ്റ് സംസാരിക്കാം. മക്കളെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകണ്ട. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് ട്രാവൽ ചെയ്യാം. പോവാം. രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റ് പോലും കാലിൻ്റെ അടുത്ത് നീക്കിയിട്ടില്ല. കൊട്ടു തന്നെ ഇതങ്ങനെ കൊട്ടിട്ട് കാണിച്ചു കൊടുക്ക്. ഒരു കാര്യം ഇച്ചിരി നേരത്തേക്കേ ഉള്ളൂ. വാ റെഡിയായിട്ട് വന്നാലോ. അങ്ങനെ റെഡിയായി വന്നു. നല്ല ഹെൽത്തി ഇഡലിയും സാമ്പാറും ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്ലേറ്റ് എങ്ങനെയാ പൊട്ടി? ഇതുപോലെ ഹാൻഡ് ഇങ്ങനെ പിടിച്ചത് നോക്കൂ ചോറി, എങ്ങനെ പിടിച്ചത് ആ സൈഡിൽ പൊട്ടി കയ്യിലിരിക്കുന്നു. നീ എന്നെ തോന്നാണല്ലോ. താഴൂരൊക്കെ പോണേ. എപ്പൊ പോകുമ്പോ താഴൂരൊക്കെ പോണോന്ന് എപ്പൊ പോകുമ്പോ എപ്പൊ പോകാനായി മിത്ര അച്ഛന്റെ ഫോണടാ. അപ്പോഴേ നമുക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ കാണാൻ പോയാലും. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രണ്ടുപേർക്കും സെയിം കളറാണെന്ന് കാണിച്ചു കൊടുക്കാം. രണ്ടൊരു മാച്ച് കേറി. അപ്പൊ ഞാൻ കേറണ്ടേ? എവിടെ പോണോ? അമ്പലത്തിൽ പോണോ? അച്ഛൻ എന്നോട് ചോദിച്ചു ഇവൻ വേദു രോഹിണി നക്ഷത്രമായപ്പോ എന്ത്? ഞാൻ പറഞ്ഞു വായിനോട്ടെ കുറച്ച്. Continue on Pumkavu, Pathanamthitta Road for 2 kilometers. പലതവണ അവരെ പണ്ട് അവരിവിടെ താമസിച്ചിരുന്നത്. ഈ വീട് ലാസ്റ്റ് അന്ന് ഇത്ര ഇല്ല അവര് വാങ്ങിച്ചോണ്ട് വെച്ചത് ഒരുന്നല്ല. അവന്റെ ഒരുന്നല്ലായിരുന്നു. ഇവര് നിറയെ വലുതായിട്ട് വെച്ചു. അവരത് ഇടിച്ചിട്ട് വെച്ചാ ഇടിച്ചിട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിരിക്കുന്നു. അച്ഛൻ വിളിക്കാൻ പോന്നു പാല. ഇത് ഇവിടെ ആവണേ. അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അച്ഛൻ ഇവിടെ വിളിക്കാൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ചുമ്മാ കളിക്കാതമ്മ. കുടുംബം പോവില്ല പോന്നെ? ശരി ഓക്കെ. അത് തിരിയൊക്കെ വാങ്ങണ്ടേ? അവരോട് ചെറിയ കടയിൽ നിന്ന്. പക്ഷെ അന്ന് നമ്മൾ ആ കട അടച്ചിട്ടുന്ന കട തുറക്കാൻ വെച്ചിരുന്നതല്ലേ വാങ്ങിയേ? അതുകൊണ്ട് അടച്ചു തുറക്കാൻ. റംബൂട്ടാനാണ് എവിടെ വലയിട്ട് മൂടിയിരുന്നത് ആ മരം. ശരി, വല്യച്ഛനെ കണ്ടില്ല. നമുക്ക് അങ്ങോട്ട് പോണം. അല്ലെങ്കിൽ രാവിലെ വന്ന് നിൽക്കുന്ന ആളാണ്. ഇല്ല ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ല. വല്യമ്മയുടെ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു വല്യച്ഛൻ പറഞ്ഞത്. മരം വീണിരിക്കുന്ന വീടിന്റെ വേണ്ടേ? അച്ഛൻ്റെ ബാഗിന്റെ അകത്ത് മറ്റേ ബോട്ടില് അടപ്പില്ലാതെയാ വെച്ചിരിക്കുന്നത്. എവിടെ അത്? റൂട്ട് തെറ്റി റൂട്ട് മാറി. നമ്മൾ മെയിൻ റോഡിന് ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് വലത്തോട്ട് പോകണം അല്ലേ? നേരെ പോവാ. വഴിമാറി പോയാൽ കുഴപ്പമില്ലായിരുന്നു. നേരെ ഇപ്പൊ ആറ്റില് വിടുമായിരുന്നു. ഭാഗ്യത്തിന് കണ്ടുപിടിച്ച് റിട്ടേൺ അടിച്ചു. ആറ്റിലോട്ട്
റംബൂട്ടാൻ. ഫോറസ്റ്റ് ഓഫീസ് ഇവിടെ നല്ല ചേട്ടാ, ഇവിടെ നല്ല വഴി. ഇവിടെ ഒരു മനുഷ്യനില്ല ചോദിക്കാൻ. ഇത് വന്ന് ഫോറസ്റ്റ് ഓഫീസാണ്. മണ്ണൂരേത്ത് ക്ഷേത്രം ക്ഷേത്രം. മണ്ണൂരേത്ത് ക്ഷേത്രം കുടുംബ കോലാണോ? മണ്ണൂരേത്ത് ക്ഷേത്രം. എത്ര പറഞ്ഞാലും മനസ്സിൽ നിൽക്കുന്നില്ലല്ലോ പേര്. എണ്ണ കർപ്പൂരത്തിരി. അതാണ് ലൊക്കേഷൻ കണ്ടുപിടിച്ചേ. അവിടെ പൂജ ശരിക്കും ചറുക്കുന്ന കേട്ടാ. അമ്മ ഇതെവിടെ അമ്മ വന്നേ? മണ്ണൂരത്ത് മണ്ണൂരത്തെ എൻ്റെ കുടുംബക്ഷേത്രം. ഞാൻ നമ്മളെ കല്യാണത്തിനോട് കല്യാണം വിളിക്കാൻ വന്നില്ലേ ആ സമയം വന്നു. അപ്പോഴും ഇതുപോലെ നട തുറന്നിട്ടില്ലായിരുന്നു. മിത്ര എവിടെ? തൊഴുതില്ലാവേ. പതുക്കെ കയറേട്ടാ. നീ പറഞ്ഞല്ല എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ സിംഗിളാ വന്നു, ഇത്തവണ ഡബിളാ വന്നു. നല്ല ചെറുക്കുന്നു. നീ പിടിക്കണ്ട. നല്ല നല്ല ചെറുക്കുന്ന എനിക്കറിയാം. അതൊക്കെ പോട്ടറി, നമുക്ക് സേഫ്റ്റി കാലാണ്. കാലി തന്നെ അവിടെ കുഴപ്പമില്ല. അറിയാം എന്നെ അപേക്ഷിച്ച് എൻ്റെ ബോഡി നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് സത്യസ്വാമിയുടെ ഫ്രണ്ടിൽ പോയപ്പോൾ എനിക്ക് ബ്ലാങ്ക് ആയി മൊത്തം. എന്താന്ന് പറയണത് എന്നോട് മൊത്തം ബ്ലാങ്ക് ആയി. അതെച്ചാ വീടാണോ? ശരി ശരി. ആന്ന് ശരി, കയറാം. അടുത്ത കൊല്ലം പോവാം. ശരി, കാണാം. ഓക്കെ. അടുത്ത അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ തൊഴാം നമുക്ക്. പിന്നെ കാണാം. പാവണി പൊക്കിട്ട് അടുത്ത എങ്ങോട്ടച്ചാ? ഓക്കെ, വലഞ്ചുഴി അമ്പലം നെക്സ്റ്റ് സ്പോട്ട്. വരൂ. ബനാന പൗഡർ ഇഷ്ടമാണോ? ആ പറ. അവനെന്റെ പൊട്ടിലാടി കണ്ണ്. ഇഷ്ടമല്ലാന്ന് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ കണ്ണാടി പോലും വയ്ക്കാത്ത. ആഹാ, നെറ്റിയിലുള്ള കണ്ണ്. അപ്പൊ ഇതുവരെ ഞാൻ നെറ്റിയിൽ ഇങ്ങനെ ചമ്മലിട്ട് കണ്ടിട്ടില്ല. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. വേദുവിനും ചന്ദനമൊക്കെ ഇട്ട് തരാട്ടാ. ചോറൂണ് കഴിയട്ടെ. വേദു, ഇത് നിന്റെ അച്ഛനെ പോവും അല്ലേ അച്ഛാ? അകത്ത് കൊണ്ട് നിർത്താം. കഴിഞ്ഞ വർഷം നമ്മുടെ താഴെ എന്താണ് അല്ല, അകത്ത് കൊണ്ട് നിർത്താം. അല്ല, ഈ വഴി തന്നെ. അല്ല, ഈ വഴി തന്നെ അച്ഛകത്ത് കയറും. അവിടെ വന്ന് കട വന്നത് ഇവിടെ വെച്ച് ഫോട്ടോ എടുത്ത് അത് പണ്ട് അപ്പൊ വന്നിട്ടുണ്ട്. ഇത് ഞാൻ 2 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് പറയണേ. നീ വന്നു, ഞാൻ വന്നില്ല. ഓക്കെ.
കുളമാണോ മഴ പെയ്ത് വെള്ളം നിറഞ്ഞാണോ? ഒന്ന് ഇപ്പടി പോകുന്നത് ഒന്ന് ഇപ്പടി പോകുന്നത് എപ്പി പോകുത്? ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ബാക്കിൽ ഇങ്ങനെ റൗണ്ട്. ബാക്കിൽ അങ്ങോട്ട്. അതിലെ 3 സൈഡ് വെള്ളം എന്ന് പറഞ്ഞു. അച്ഛൻ സ്റ്റിൽ ആ പേപ്പർ കയ്യിൽ കൊടുത്തിട്ടുണ്ടല്ലോ. നോക്കട്ടെ. അയ്യോ അത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നിൽക്കാൻ വയ്യ. വണ്ടി കൂടെ കാണും. ഓ വണ്ടി കാണണം അല്ലേ? വണ്ടി കാണണം. ഒന്ന് വണ്ടി. നമ്മുടെ പേര് കൊല്ലു വന്ന് മലഞ്ചൂഴി ദേവീക്ഷേത്രമാണിത്. ബാക്കി എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഇതിനെ കുറിച്ച് അറിയാം. വല്ല കുറിച്ച് പറയട്ടെ മറ്റുള്ളവർ. 14 കരയുടെ ദേവിയാണ്. എസ് എ റൈറ്റിംഗ് കോമ്പറ്റീഷൻ എൻ്റെ അമ്മ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ നല്ല അമ്മ നോർമലാ സംസാരിക്കുന്ന. ഞങ്ങളുടെ അവിടെ ഒക്കെ ദേവി എഴുന്നള്ളിച്ച് വരും. ഇവിടെ വിഷുവിന് എഴുന്നള്ളിച്ച് വരും. ഇവിടുന്ന് എഴുന്നള്ളിച്ച് വരും ദേവി. ഞങ്ങളവിടെ നിന്ന് വെച്ചാൽ പത്തനംതിട്ട അഴൂര് വഞ്ചിയുടെ നമ്മുടെ അവിടെ വരും ദേവി. താഴൂരം വരും. കൊടുന്തറ സുബ്രഹ്മണ്യ സ്വാമി വരും. അമ്മ ദേവി വലഞ്ചൊല്ലമ്മ വരും. നമ്മളെല്ലാം നല്ല രസമാണ്. അന്നേരം 3 നേരം കിടന്ന പറയടിയിലുണ്ട്. നല്ലതാണ് കാണാൻ. വെളുപ്പിനെ വരെ ഉണ്ടാവും. ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. ഒരു നാൾ വരണം നമുക്ക്. എല്ലാവരും കൂടെ ചേർന്ന് വന്ന് കാണാം. നോക്കാം. സിറ്റുവേഷൻസ് പോവോ മിത്ര? ചാച്ച പോമോ വീട്ടിൽ പോമോ?